BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. എറണാകുളം ജില്ലാ ജയിലിൽ കുടിക്കാനും കുളിക്കാനും വെള്ളം തികയാതെ അധികൃതർ നട്ടം തിരിയുന്നു. വേനൽ കടുത്തതോടെ ജയിലിനകത്തെയും പുറത്തെയും 2 കിണറുകളിലെ വെള്ളം വറ്റി. മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വെള്ളം ശേഖരിക്കുന്നതിന് ജയിലിന് സമീപത്തെ പാറക്കുളത്തിൽ നിന്നാണ് ഇതും വറ്റിയതോടെ തടവുകാരുടെ 2 നേരത്തെ കുളി 1 നേരമാക്കി അധികൃതർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 250ഓളം അന്തേവാസികൾക്കും ജയിൽ ഉദ്യോഗസ്ഥർക്കുമാണ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വെള്ളം വേണ്ടത്. ജില്ലാ ജയിലിന് മുന്നിലെ ഫുഡ് കൗണ്ടറിലേക്കുള്ള ചപ്പാത്തി കറി ഉൾപ്പെടെയുള്ള ഭക്ഷ്യസാധനങ്ങളുടെ പാചകത്തിന് ജയിൽ വകുപ്പിന് കീഴിലുള്ള കിണറ്റിലെ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത്. അതും വറ്റിയിരിക്കുകയാണ്. ജല അതോറിറ്റിയുടെ പൈപ്പ് വഴി ജയിലിൽ വെള്ളം എത്തുന്നത് ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ്. ഇടയ്ക്ക് തൃക്കാക്കര നഗരസഭാ ടാങ്കറിൽ വെള്ളം എത്തിച്ചിട്ടും തികയുന്നില്ല. കൊള്ളുന്ന വിലയ്ക്ക് ടാങ്കർ വെള്ളം വാങ്ങിയാണ് ജയിലിലെ തടവുകാരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കും പാചകത്തിനും ഉപയോഗിക്കുന്നത്. ജില്ലാ ജയിലിൽ പാർപ്പിക്കാൻ കഴിയുന്ന അന്തേവാസികളുടെ എണ്ണം 100ആണ്. എന്നാൽ നിലവിൽ 215 പേരുണ്ട്. ഓരോ ബ്ലോക്കിലെ സെല്ലിലും ആൾക്കാരെ കുത്തി നിറച്ചാണ് പാർപ്പിച്ചിരിക്കുന്നത്. 11 പേരെ ഇടാൻ സൗകര്യമുള്ള സമീപത്തെ വനിതാ ജയിലിലാണെങ്കിൽ 25ഓളം അന്തേവാസികളുണ്ട്. വെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ ഭൂഗർഭജല വകുപ്പ് കുഴൽക്കിണർ നിർമ്മിക്കാമെന്ന് അറിയിച്ചെങ്കിലും തുടർ നടപടികൾ വൈകുകയാണ്. ഭൂഗർഭജല വകുപ്പ് പരിശോധിച്ച് വെള്ളം കിട്ടുന്ന സ്ഥലം കണ്ടെത്തി. അടിയന്തരമായി നിർമ്മാണം തുടങ്ങിയില്ലെങ്കിൽ ജയിലിലെ ജലക്ഷാമം രൂക്ഷമാകുമെന്നാണ് ആശങ്ക. കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശങ്ങളും ലംഘിച്ച് ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് കുട്ടികളുമായി കുളിക്കാനെത്തിയത് 100 കണക്കിന് സഞ്ചാരികൾ. മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും നൽകിയെങ്കിലും കൊച്ചി തീരദേശ മേഖലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താത്ത പോലീസ് നടപടി പ്രതിഷേധത്തിനിടയാക്കി. ഞായറാഴ്ചയായതിനാൽ സഞ്ചാരികളും ഏറെയായിരുന്നു. ഇത്തരം മുന്നറിയിപ്പ് നിർദ്ദേശം വരുമ്പോൾ പോലീസ് കടപ്പുറത്ത് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി റിബണുകൾ കെട്ടുന്ന പതിവുണ്ട്. പോലീസിനെയും കടപ്പുറത്ത് ഡ്യൂട്ടിക്ക് നിയമിക്കാറുണ്ട്. തിരമാലകൾക്കിടയ്ക്ക് ശക്തിയായി അടിച്ചെങ്കിലും കടൽക്ഷോഭം കാര്യമായി മേഖലയിൽ അനുഭവപ്പെട്ടില്ല. കുറച്ചു ദിവസങ്ങളായി ഫോർട്ട് കൊച്ചി കടപ്പുറത്തിന്റെ നല്ലൊരു ഭാഗം കടൽ കവർന്നു കഴിഞ്ഞിരുന്നു. തീരക്കടലിൽ പലയിടങ്ങളിലും ചുഴി ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികളും ചൂണ്ടിക്കാട്ടുന്നു. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറയുമ്പോഴാണ് മുന്നറിയിപ്പ് അവഗണിച്ചുള്ള കടൽ സ്നാനം. വേനലവധിയും കടുത്ത ചൂടും മൂലം കടലിറങ്ങി കുളിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചതായി ലൈഫ് ഗാർഡുകളും പറയുന്നു. ചൂട് കനത്തതോടെ കടലിലും കായലിലും മത്സ്യലഭ്യത കുറഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിൽ. കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികളാണ് ഏറെ ദുരിതത്തിലായത്. ചൂട് കനത്തതോടെ മത്സ്യങ്ങൾ ഉപരിതലം വിട്ട് ഉള്ളിലോട്ട് വലിഞ്ഞതോടെ ആഴക്കടലിലും തീരക്കടലിലും മത്സ്യം ലഭിക്കാത്ത അവസ്ഥയാണ്. ചൂട് ഏറിയതോടെ കടലിന്റെ ആഴങ്ങളിൽ കഴിച്ചുകൂട്ടുകയാണ് മത്സ്യങ്ങളെന്ന് മുതിർന്ന മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. കായലുകളുടെ അടിത്തട്ടിലേക്ക് മത്സ്യങ്ങൾ വലിഞ്ഞിരിക്കുകയാണെന്നും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും പറയുന്നു. 2 മാസത്തോളമായി അനുഭവപ്പെടുന്ന കടുത്ത ചൂട് മത്സ്യത്തൊഴിലാളികളെ ശരിക്കും വലയ്ക്കുകയാണ്. ഇതോടെ കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ്. കടലിൽ ഒരു ദിവസം മത്സ്യബന്ധനം നടത്തുന്നതിന് ഇന്ധന ചെലവുകളടക്കം ശരാശരി 25,000 രൂപ ചെലവ് വരും. എന്നാൽ കടലിൽ യാനം ഇറക്കിയാൽ പോലും മത്സ്യം ലഭിക്കാത്ത സാഹചര്യത്തിൽ മത്സ്യബന്ധനം നഷ്ടത്തിലേക്കാണ് നീങ്ങുന്നതെന്നും അതിലും ഭേദം യാനങ്ങൾ ഇറക്കാതിരിക്കുകയാണെന്നും മത്സ്യത്തൊഴിലാളി ജേക്കബ് കൊച്ചുപറമ്പിൽ പറഞ്ഞു. ഇനി മഴ പെയ്ത് കടലിളകിയാൽ മാത്രമേ മത്സ്യം ലഭിക്കുകയുള്ളൂ എന്നും ജേക്കബ് കൂട്ടിച്ചേർത്തു. 2 മാസം കഴിഞ്ഞാൽ ട്രോളിംഗ് നിരോധനം അടിച്ചേൽപ്പിക്കപ്പെടുമെന്നും ഈ സമ്പ്രദായം പുനഃപരിശോധിക്കേണ്ട കാലം കഴിഞ്ഞെന്നും മറ്റൊരു മത്സ്യത്തൊഴിലാളിയായ പൊന്നൻ മാച്ചുവട്ടിലും പറഞ്ഞു. ചൂട് കടുത്തത് മൂലം ലഭിക്കുന്ന മത്സ്യത്തിന് വിപണിയിൽ കൊള്ളുന്ന വിലയാണ്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. കൊച്ചി സ്മാർട്ട് സിറ്റി മേഖലയിലെ കെട്ടിട നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ ഒരു തൊഴിലാളി മരിച്ചു. ഗുരുതര പരിക്കേറ്റ ബീഹാർ സ്വദേശി ഉത്തമാണ് മരിച്ചത്. അപകടത്തിൽ 5 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ഇവർ കൊച്ചി സൺറൈസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൊഴിലാളികളുടെ തലയ്ക്കും കാലിനുമാണ് പരിക്കേറ്റത്. രാവിലെ 8:30 കൊച്ചി ഇൻഫോ പാർക്കിനോട് ചേർന്നുള്ള സ്മാർട്ട് സിറ്റി മേഖലയിലാണ് അപകടമുണ്ടായത്. നിർമ്മാണത്തിലിരുന്ന 6 നില കെട്ടിടത്തിന്റെ പെയിന്റിങ്ങിനായി സ്ഥാപിച്ച ഇരുമ്പ് ഫ്രെയിം നിലം പതിക്കുകയായിരുന്നു. പല തട്ടുകളിലായുള്ള ഇരുമ്പ് ഫ്രെയിമിൽ 10ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഫ്രെയിമിന്റെ ഏറ്റവും മുകളിൽ തട്ടിൽ നിന്ന തൊഴിലാളിയാണ് മരിച്ചത്. ഇരുമ്പ് ഫ്രെയിമുകൾക്കിടയിൽ കുടുങ്ങിയ 2 പേരെ സഹതൊഴിലാളികൾ രക്ഷപ്പെടുത്തി. മറ്റ് 2 പേരെ ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് ഇരുമ്പ് ഫ്രെയിമുകൾ മുറിച്ചു മാറ്റി അഗ്നിശമന സേനയാണ് രക്ഷപ്പെടുത്തിയത്. അഗ്നിശമന സേനയുടെ തൃക്കാക്കര യൂണിറ്റാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്.
പനമ്പള്ളി നഗറിൽ കൊല്ലപ്പെട്ട നവജാത ശിശുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. പുലേപ്പടി പൊതുശ്മശാനത്തിലാണ് സംസ്കാരം നടന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് പോലീസുകാരാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. ശ്മശാനത്തിലെത്തിയ ശേഷം പോലീസുകാർ മൃതദേഹം കോർപ്പറേഷന് കൈമാറി. കൊച്ചി മേയർ എം അനിൽകുമാറാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. പോലീസുകാർ, കോർപ്പറേഷൻ കൗൺസിൽ, നാട്ടുകാർ തുടങ്ങിയവർ കുഞ്ഞിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പൊതുശ്മശാനത്തിൽ സംസ്കാരം നടക്കുന്നതിന് കുഞ്ഞിന്റെ അമ്മയിൽ നിന്നും പോലീസ് സമ്മതം വാങ്ങിയിരുന്നു. കുഞ്ഞിന്റെ അമ്മ നിലവിൽ റിമാൻഡിലാണ്. പനമ്പള്ളി നഗറിലെ അപ്പാർട്ട്മെന്റിന്റെ 5-ാം നിലയിൽ നിന്നാണ് ചോര കുഞ്ഞിനെ അമ്മ ശ്വാസം മുട്ടിച്ചു കൊന്ന് റോഡിലേക്ക് എറിഞ്ഞത്. 23-കാരിയായ യുവതി ഗർഭിണിയായിരുന്നതും പ്രസവിച്ചതും മാതാപിതാക്കൾ പോലും അറിഞ്ഞിരുന്നില്ല. മെയ് 3 പുലർച്ചെ 5 മണിയോടെ ടോയ്ലറ്റിനുള്ളിലായിരുന്നു പ്രസവം. അതിനുശേഷം 3 മണിക്കൂർ കഴിഞ്ഞാണ് പൊക്കിൾ കൊടി പോലും മുറിക്കാത്ത കുഞ്ഞിനെ പാഴ്സൽ കവറിലാക്കി താഴേക്ക് വലിച്ചെറിഞ്ഞത്. തൃശൂർ സ്വദേശിയായ നർത്തകനാണ് യുവതിയെ ഗർഭിണിയാക്കിയതെന്ന് ആദ്യം വാർത്ത പുറത്തു വന്നിരുന്നു. എന്നാൽ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ ഇയാൾക്ക് ബന്ധമില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. 23-കാരി ഗർഭിണിയാണെന്ന് ഇയാൾക്ക് അറിയാമായിരുന്നു. 2 മാസത്തിലേറെയായി തമ്മിൽ സംസാരിച്ചിട്ടില്ലെന്നും തൃശൂർ സ്വദേശിയായ ഇയാൾ ഫോണിൽ പോലീസിന് മൊഴി നൽകി. യുവതിയുടെ ഫോൺ പരിശോധിച്ച് പോലീസ് ഇത് ഉറപ്പുവരുത്തുകയും ചെയ്തു. യുവതി ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടില്ല. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തപ്പോൾ പരാതിയുണ്ടെന്ന് അറിയിച്ചാൽ പീഡന കേസെടുക്കാനാണ് തീരുമാനം. യുവാവിൻ്റേത് ആത്മാർത്ഥ പ്രണയമായിരുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഗർഭിണിയാണെന്നറിഞ്ഞതോടെ ഇയാൾ കൈയൊഴിഞ്ഞു. കടുത്ത മാനസിക സംഘർഷത്തിലായ യുവതി മാതാപിതാക്കളോട് കാര്യം പറയാനും ഭയന്നു. ഗർഭിണിയാണെന്ന് തിരിച്ചറിയാൻ വൈകിയതിനാൽ ആലസിപ്പിക്കാനുള്ള ശ്രമവും നടന്നില്ല. പ്രസവാനന്തരം കുഞ്ഞിനെ എന്നേക്കുമായി ഒഴിവാക്കാൻ തീരുമാനിച്ചെന്നാണ് യുവതി പോലീസിനോട് വെളിപ്പെടുത്തിയത്. ഇന്റർനെറ്റിലൂടെയാണ് പ്രസവം എടുക്കുന്നതും മറ്റും പഠിച്ചത്. ഗർഭിണിയാണെന്ന് പുറത്തറിയാതിരിക്കാൻ വലിപ്പം കൂടിയ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. 100-ലധികം ഇനങ്ങളിലുള്ള മാമ്പഴങ്ങൾ രുചിക്കാൻ കൊച്ചിക്കാർക്ക് സുവർണ അവസരം. എറണാകുളം മറൈൻ ഡ്രൈവിൽ ഗ്രീൻ എർത്ത് ഫാം ഒരുക്കിയുള്ള കൊച്ചി ഇന്റർനാഷണൽ മാംഗോ ഫെസ്റ്റിലാണ് രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി വിവിധ ഇനത്തിലുള്ള മാമ്പഴങ്ങൾ അണിനിരന്നിട്ടുള്ളത്. ചൂട് കുറയാതെ തുടരുന്ന സാഹചര്യത്തിൽ മേളയിലും തിരക്കേറുകയാണ്. ചന്ദ്രക്കാരൻ, ഉറുമാനി, കൽനീലം, ചൗസ, ശർക്കര മാങ്ങ, ഹിമപസന്ത്, സുവർണരേഖ, മൽഗോവ, മൂവാണ്ടൻ, ലാൽ ബാദ്ഷാ, അൽഫോൺസ, രത്നഗിരി തുടങ്ങി നാവിൽ രുചിയേറുന്ന നിരവധി മാമ്പഴങ്ങളുടെ വിപുലമായ ശേഖരമാണ് സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 100 മാമ്പഴങ്ങൾക്കൊപ്പം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി ഇനങ്ങളും ഇതിൽ ഉൾപ്പെടും. വിവിധ മാമ്പഴങ്ങളുടെ ജ്യൂസും മാമ്പഴ പായസവും ഫെസ്റ്റിവലിന്റെ മധുരം കൂട്ടുകയാണ്. പല ഇനം മാവിൽ തൈകളും മേളയിലുണ്ട്. രാവിലെ 11 മുതലാണ് പ്രവേശനം. എല്ലാ ദിവസവും രാത്രി 7 മുതൽ കലാസന്ധ്യകളും ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കും പ്രവേശനം സൗജന്യമാണ്. മുതിർന്നവർക്കും 100 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. മേള 19-ന് സമാപിക്കും. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.